ഹലോ ഫ്രണ്ട്സ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോർമേഷനാണ് ഈ 4-4-2 ഫോർമേഷൻ. സോ ആ ഒരു ഫോർമേഷനെ ഒന്ന് ഡീകോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ടീമിൽ കളിച്ചപ്പോഴെല്ലാം ഞങ്ങൾ യൂസ് ചെയ്തിരുന്ന ഫോർമേഷനാണ് ഈ 4-4-2. അതിൽ എൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് റൈറ്റ് വിങ്ങർ ആയിരുന്നു. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഫോർമേഷൻ സ്ട്രക്ചർ നോക്കാം. അതായത് 4-4-2 എന്ന് പറയുമ്പോഴത്തേനും 4 ഡിഫൻഡേഴ്സ് ഉണ്ട്, 4 മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്, പിന്നെ 2 ഫോർവേഡ്സ് ഉണ്ട്. അതായത് 2 ഫോർവേഡുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് സ്ട്രൈക്കേഴ്സ് ആണ്. സോ നമുക്ക് ഡിഫൻസിൽ 4 പ്ലേയേഴ്സ് ആണ്. റൈറ്റ് ബാക്ക് ഉണ്ട്, ലെഫ്റ്റ് ബാക്ക് ഉണ്ട്. സോ ഈ റൈറ്റ് ബാക്ക്, ലെഫ്റ്റ് ബാക്ക്, സെൻട്രൽ ബാക്ക്, ഈ റൈറ്റ് ബാക്കുകളും ലെഫ്റ്റ് ബാക്കിൻ്റെയും റോൾസ് വരുന്നത് ദേ ഷുഡ് സ്റ്റേ വൈഡ്, മാർക്ക് വിങ്ങേഴ്സ് ആൻഡ് സ്റ്റോപ്പ് ക്രോസസ്. അതായത് എതിർ ടീമിൻ്റെ ക്രോസസ് വരുന്നത് മാക്സിമം തടയാൻ നോക്കുക. എതിർ ടീമിൻ്റെ വിങ്ങേഴ്സിനെ മാർക്ക് ചെയ്യുക, വൈഡായിട്ട് നിൽക്കുക. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ദേ ഷുഡ് മൂവ് ഫോർവേഡ് ടു ഹെൽപ്പ് ദ അറ്റാക്ക്. അതായത് ഓവർലാപ്പിംഗ് സ്കില്ല്, ഇവർ മെയിനായിട്ടും ഓവർലാപ്പ് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. അത് അവർ ഫാസ്റ്റ് ആയിരിക്കണം, പിന്നെ ഗുഡ് ടാക്ലേഴ്സ് ആയിരിക്കണം, നല്ല ക്രോസിങ് ചെയ്യുന്നവരായിരിക്കണം. നല്ലപോലെ ടാക്ലിങ് ചെയ്യണം, നല്ല ക്രോസിങ് ചെയ്യണം, നല്ല സ്റ്റാമിനയും ഫാസ്റ്റും ആയിട്ടുള്ള പ്ലേയേഴ്സ് ആയിരിക്കണം. അടുത്തായിട്ട് വരുന്നതാണ് നമ്മുടെ സെൻറ്റർ ബാക്കുകൾ. അപ്പം ഇവരുടെ ഒരു മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് സെൻട്രലായിട്ട് കളിക്കുക, സ്ട്രൈക്കർമാരെ സ്റ്റോപ്പ് ചെയ്യുക, പിന്നെ ബോൾസ് ക്ലിയർ ചെയ്ത് വിടുക ബോൾസ്. പിന്നെ ഇവരുടെ ഒരു മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അവർ സ്ട്രോങ് ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഗോൾ കീപ്പറുമായിട്ടുള്ള സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ അവർക്ക് വേണം. പിന്നെ ട്രേഡ്സ് എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേനും സ്ട്രോങ് ആയിരിക്കണം, നല്ല ഗുഡ് ഹെഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം, പിന്നെ നല്ല പൊസിഷൻസിൽ മെയിൻറ്റെയിൻ ചെയ്ത് കളിക്കാനുള്ള ഒരു സ്കില്ല്. പിന്നെ നമുക്ക് മിഡ്ഫീൽഡിലും 4 പ്ലേയേഴ്സാണ് വരുന്നത്. സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ്, അവർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് ആകാം, അല്ലെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ആകാം. പിന്നെ നമുക്ക് ലെഫ്റ്റ് മിഡ്ഫീൽഡേഴ്സും വരുന്നുണ്ട്, റൈറ്റ് മിഡ്ഫീൽഡേഴ്സും വരുന്നുണ്ട്. ഓക്കെ, സോ ഈ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സാണ് ഈ ഗെയിമിനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് പാസിങ്, ടാക്ലിങ്, പിന്നെ സപ്പോർട്ട് ചെയ്യുക, ബോത്ത് അറ്റാക്കിങ്ങും ഡിഫൻസിനും സപ്പോർട്ട് ചെയ്യുക. അവരൊരു ട്രേറ്റ് എന്ന് പറയുന്നത് ഗുഡ് വിഷൻ, സ്റ്റാമിന, ബാലൻസ്, ആ ടീമിൻ്റെ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ലെഫ്റ്റ് മിഡ്ഫീൽഡേഴ്സ് ആൻഡ് റൈറ്റ് മിഡ്ഫീൽഡേഴ്സ്, ഇതിനകത്ത് 6 പൊസിഷനിലാണ് ഞാൻ യൂണിവേഴ്സിറ്റി ടീമിൽ കളിച്ചുകൊണ്ടൊക്കെ. ഇതിനകത്ത് ഇവരുടെ ഒരു ട്രേറ്റ് എന്ന് പറയുന്നത് റൺ അലോങ് ദ വിങ്സ്, ക്രോസ് ദി സ്ട്രൈക്കേഴ്സ് ആൻഡ് ഹെൽപ്പ് ദ ഫുൾ ബാക്സ് ഡിഫെൻഡ്. അതായത് വിങ്ങിൽ കൂടെയുള്ള നല്ല റണ്ണുകൾ നടത്തുക, പിന്നെ അതുപോലെ തന്നെ സ്ട്രൈക്കർമാർക്ക് നല്ല ഗുഡ് ക്രോസസ് കൊടുക്കുക, പിന്നെ അതുപോലെ തന്നെ ഫുൾ ബാക്സിനെ ഹെൽപ്പ് ചെയ്യുക. ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഫുൾ ബാക്കുകളെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ അവർ ഫാസ്റ്റ് ആയിരിക്കണം, ഗുഡ് ഡ്രിബിളേഴ്സ് ആയിരിക്കണം, പിന്നെ അതുപോലെ തന്നെ ക്രോസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് ഈ 4-4-2 ഫോർമേഷനിൽ 2 സ്ട്രൈക്കേഴ്സാണ് വരുന്നത്, ഒരു മെയിൻ സ്ട്രൈക്കറും ഒരു സപ്പോർട്ടിംഗ് സ്ട്രൈക്കറും. മെയിൻ സ്ട്രൈക്കറുടെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേ ഫോർവേഡ്, ലുക്ക് ഫോർ ഗോൾസ് ആൻഡ് ഹോൾഡ് ദ ബോൾ. അവർ ഫിനിഷേഴ്സ് ആയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം, ഗുഡ് പൊസിഷനിങ് സ്കിൽസ് വേണം. സപ്പോർട്ടിംഗ് സ്ട്രൈക്കർ അല്ലെങ്കിൽ സെക്കൻഡ് സ്ട്രൈക്കർ, അതായത് ദേ സ്ലൈറ്റ്ലി ഡ്രോപ്സ് ബാക്ക് ടു കണക്ട് വിത്ത് ദ മിഡ്ഫീൽഡ്. അതായത് ഈ ഒരു മെയിൻ സ്ട്രൈക്കറുടെയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മിഡ്ഫീൽഡ് ഉണ്ടല്ലോ, അവർ തമ്മിലുള്ള ഒരു റിലേഷൻ കീപ്പ് ചെയ്ത് കളിക്കണം. അവർ ക്രിയേറ്റീവ് ആയിരിക്കണം, ഗുഡ് പാസിംഗ് ആയിരിക്കണം, പിന്നെ മൂവ്മെന്റ്, ഓഫ് ദ ബോൾ മൂവ്മെന്റുകളൊക്കെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കണം. നമുക്ക് ഇതിൻ്റെ ഒരു മേജർ സ്ട്രെങ്ത് വരുന്നത് നമ്മുടെ ഈ ഒരു അറ്റാക്കിംഗ് ഡിഫൻസ് ബാലൻസ്ഡ് ആയിരിക്കും. പിന്നെ നമുക്ക് ഇപ്പം പുതുതായിട്ടൊക്കെ കളി തുടങ്ങുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പഠിച്ച് വരാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമേഷനാണ് ഈ 4-4-2. പിന്നെ വിങ്ങേഴ്സ് നല്ല അടിപൊളി വേഗതയുള്ള നല്ല ക്രോസുകൾ കൊടുക്കുന്ന വിങ്ങേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നല്ല വിഡ്ത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കളിക്കാൻ അവർക്ക് പറ്റും. പിന്നെ സിമ്പിൾ ഷേപ്പാണ് 4-4-2, ഒരു ബ്ലോക്കാണ്, ഒരു സിമ്പിൾ ഷേപ്പ്, കൺഫ്യൂഷൻ ഇല്ലാതെ കളിക്കാൻ പറ്റും. പിന്നെ നമുക്കറിയാം ഇതിനകത്ത് നമ്മുടെ മിഡ്ഫീൽഡേഴ്സ്, സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് എന്ന് പറയുന്നത് 2 പേരാണ്. സോ ഇതിൻ്റെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് മിഡ്ഫീൽഡ് ക്യാൻ ഗെറ്റ് ഔട്ട് നമ്പേർഡ്. അതായത് ഒരു 3 സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് കളിക്കുന്ന ഒരു ടീമിനെതിരെ ഈ ഒരു 2 സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് കളിക്കുമ്പോൾ അതിൻ്റെ ഒരു ഔട്ട് നമ്പറിങ് വരും. അപ്പം അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമ്മുടെ മിഡ്ഫീൽഡും ഡിഫൻസും തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. കാരണം ഇവരൊരു ബ്ലോക്കായിട്ട് ദേ ഷുഡ് വർക്ക് ആക്ട് ആസ് എ യൂണിറ്റ്. പിന്നെ സ്ട്രൈക്കേഴ്സ് നല്ല കപ്പാസിറ്റി ഉള്ള പ്ലേയേഴ്സ് ആയിരിക്കണം, അവർ പ്രസ് ചെയ്യണം, കണ്ടിന്യൂസ് പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ നമുക്ക് 4-4-2 ഏതൊക്കെ സിറ്റുവേഷൻസിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത്, നമ്മളിപ്പോൾ ഒരു പുതിയ ടീമാണ് അല്ലെങ്കിൽ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു 4-4-2 എന്ന് പറയുന്ന ഫോർമേഷൻ. പിന്നെ നമുക്ക് സോളിഡ് ഡിഫൻസും മെയിൻറ്റെയിൻ ചെയ്യാനും ക്വിക്ക് കൗണ്ടർ അറ്റാക്കുകൾ പ്രൊവൈഡ് ചെയ്യാനും, അതായത് നമ്മുടെ വിങ്ങേഴ്സും വിങ് ബാക്കും തമ്മിലുള്ള ഓവർലാപ്പൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ദിസ് ഫോർമേഷൻ ഈസ് എ മാജിക്. പിന്നെ അതുപോലെ തന്നെ ഗ്രാസ് റൂട്ട് ലെവൽ അല്ലെങ്കിൽ അമേച്വർ ആയിട്ടുള്ള മാച്ചസ് കാര്യങ്ങളൊക്കെ കളിക്കുമ്പോൾ പ്ലേയേഴ്സിന്
അവരുടെ സോണുകൾ ഏതാണെന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ കളിക്കാനും അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ കളിക്കാനും ഉള്ള കളിക്കാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ഫോർമേഷനാണിത്. സോ ഇതൊക്കെയാണ് നമ്മൾ 4-4-2 ഫോർമേഷനിൽ മെയിനായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് 4-4-2 ഫോർമേഷനിൽ ഓരോ പ്ലേയേഴ്സും എഫക്റ്റീവായിട്ട് എങ്ങനെ കളിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വരും വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.